സ്വർഗത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതല്ലാത്ത താല്പര്യത്തോടെ ചെയ്താൽ ചില കാര്യങ്ങളുണ്ടാവും അതങ്ങനെ ഒരു ലക്ഷ്യത്തിനല്ലാതെ വേറെ ഒരു കാര്യത്തിനും ചെയ്യാറില്ല. ഭൗതികമായ താല്പര്യത്തോടെ അത് ചെയ്യാറേ ഇല്ല. അത് സ്വർഗത്തിന് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ആ കാര്യങ്ങളുടെ ലക്ഷ്യം താല്പര്യം സ്വർഗമല്ലാതെയായാൽ അത് എത്ര വലിയ അപകടമാണെന്നറിയാമോ? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. നാളെ പരലോകത്ത് അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി ആദ്യമായി കൊണ്ടുവരുന്ന ആളുകളിൽ ഒന്നാമത്തെ ആൾ റജുലുൻ ഉസ്തുഷ്ഹിദ, രക്തസാക്ഷിയായ ആളായിരിക്കും. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല, ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിലും അതിനപ്പുറം ഇനി ആ പ്രസ്ഥാനത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു ഉദാഹരണം. അതുകൊണ്ടാണ് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത്. ആ പ്രസ്ഥാനത്തിന് ജീവൻ സമർപ്പിക്കുക, അത് ഇസ്ലാമിനും അങ്ങനെ തന്നെയാണ്. ഷഹീദാവുക, ഇസ്ലാമിന് വേണ്ടി ജീവൻ, ശരീരം, രക്തം കൊടുക്കുക, അത് അനിവാര്യമാകുന്ന അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഘട്ടത്തിൽ അത് ചെയ്യുന്നതിന് അപ്പുറത്തുള്ള ഒരു പുണ്യം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വേറെയില്ല. അവർക്കുള്ള കൂലി എന്താണ്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മരണപ്പെട്ടു പോയവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗീയാനുഭൂതികൾ ആസ്വദിക്കുന്നവരായി അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതിന് വലിയ പ്രലോഭനങ്ങളും പ്രചോദനങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതിനാൽ സ്വഹാബികളിൽ ഓരോരുത്തരും രക്തസാക്ഷിത്വത്തെ കൊതിച്ചു, അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും അത് സാക്ഷാത്കൃതമാകുന്ന സാഹചര്യത്തെ എല്ലാറ്റിനേക്കാളും ഉപരിയായി ആഹ്ലാദിക്കുവാനുള്ള അവസരമായി മഹാന്മാരായ സ്വഹാബികൾ കാണുകയും ചെയ്തു. അത്രയും പ്രാധാന്യമുള്ള ഈ സംഗതി, രക്തസാക്ഷിത്വം നിർവഹിച്ച ഒരാളെ നാളെ പരലോകത്ത് അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അല്ലാഹു അവനോട് പറയും, നിനക്ക് ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി. എണ്ണി എണ്ണി റബ്ബ് പറയുമ്പോൾ അയാൾ അതെല്ലാം സമ്മതിക്കും. എന്നിട്ട് ചോദിക്കും അല്ലാഹു, പകരമായി എനിക്ക് എന്താണ് നീ നൽകിയിട്ടുള്ളത്? അയാൾ പറയും, അല്ലാ, ഞാൻ നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, ഉസ്തുഷ്ഹിദു, ഞാൻ രക്തസാക്ഷിത്വം വഹിച്ചു, ഞാൻ ഷഹീദായി, ഞാൻ എന്റെ ജീവൻ അർപ്പണം നടത്തി. ഹബീബായ റസൂലുള്ള പറയാണ്, പടച്ചവൻ അയാളോട് പറയും, നീ കളവ് പറഞ്ഞതാണ്, നീ എനിക്ക് വേണ്ടി ചെയ്തതായിരുന്നില്ല അത്, നീ ധീരനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയായിരുന്നു, നീ വലിയ പോരാളിയാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയായിരുന്നു, നീ വില്ലാളിയും വിജുഗീഷുമായി ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധി നേടുവാനായിരുന്നു. അതുകൊണ്ട് എന്റെ അടുക്കൽ നിനക്ക് യാതൊരു പ്രതിഫലവുമില്ല. ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു കൽപ്പിക്കുകയും മനുഷ്യനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇനി നമ്മളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ലക്ഷ്യം മാറിയാൽ എന്തായിരിക്കും അതിൻ്റെ കഥ? രക്തസാക്ഷിത്വത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. രണ്ടാമതായി കൊണ്ടുവരപ്പെടുന്നയാൾ ഇൽമ് പഠിച്ചയാൾ, അതല്ലെങ്കിൽ ഖുർആൻ പഠിച്ചയാൾ, അത് പാരായണം ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. അയാളെയും അല്ലാഹു ഈ തോതിൽ വിചാരണ ചെയ്യുമ്പോ, പടച്ചവനെ, ഞാൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് പറയുമ്പോ അയാളോട് അല്ലാഹു പറയും, നീ നുണ പറഞ്ഞതാണ്. കാരണം നിന്റെ താല്പര്യം മറ്റൊന്നായിരുന്നു. അയാളും നരകാവകാശിയാകും. മൂന്നാമത്തെ
വാങ്ങാത്തയാൾ, വറജുലുൻ മുതസദ്ദിഖ്, ദാനധർമ്മം ചെയ്തയാൾ. അയൽവാസി കല്യാണം പറഞ്ഞപ്പോൾ 10,000 രൂപ സദഖ കൊടുത്തയാൾ, പള്ളിയുടെ പണിയിലേക്ക് ലക്ഷങ്ങൾ സംഭാവന ചെയ്തയാൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നിർലോഭം തന്റെ സമ്പത്തിൽ നിന്ന് ദാനമായി, ധർമ്മമായി, ഹദിയയായി, സദഖയായി കൊടുത്തുകൊണ്ടേയിരുന്നയാൾ, അല്ലാഹു അയാളെ വിചാരണക്ക് വിധേയനാക്കുമ്പോ റബ്ബയാളോട് പറയുന്ന കാര്യം ഹബീബായ റസൂലുള്ള പറയുകയാണ്, നിന്റെ താല്പര്യം നീ വലിയ ധർമ്മിഷ്ഠനാണെന്നറിയപ്പെടലായിരുന്നു, നീ സൽക്കാരപ്രിയനാണെന്ന പ്രസിദ്ധിയായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നീ അഭിമാനിയായി നിൽക്കുകയായിരുന്നു, അതല്ലാതെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. താല്പര്യമില്ലാത്തതിനാൽ, അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്തതിനാൽ അല്ലാഹു അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കുകയും ആ നരകത്തിലേക്ക് അയാൾ ആപതിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷ്യം മാറിയാൽ അല്ലാഹു തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷയുടെ ലോകമായിരിക്കും നമ്മെ സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ സംഗതിയുടെ ലക്ഷ്യം അല്ലാഹു മാത്രമായാലോ, ഞാൻ ഈ പറഞ്ഞ സ്വർഗം മാത്രമായാലോ, അത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയടയാളമായി റഹ്മാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകൾ അവതീർണമായിട്ടുള്ളത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ ആൾ, ബഹുമാന്യനായ ആൾ, നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണ്. അത്ഖയാണ്. ആ അത്ഖ ആരാണ്? അല്ലാഹുവിനെ ഏറ്റവും നന്നായി നബിമാര് കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിക്കുന്ന ആളാരാണ്? വസയുജന്നബുഹൽ അത്ഖാ, അത്ഖയെ അല്ലാഹുവിനെ കൂടുതലായി ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നയാളെ മുത്തഖിയായ ആൾ, അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. വസയുജന്നബുഹൽ അത്ഖാ. രണ്ടാമത് പറഞ്ഞ ആയത്തിലുള്ള അത്ഖാരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അത് അവതീർണമാകാനുള്ള കാരണം എന്തായിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഥേഷ്ടം തന്റെ സമ്പത്ത് ചെലവഴിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർലോഭം കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ സമ്പത്ത് കൊണ്ട് സിദ്ദീഖ് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖിന്റെ കൂട്ടുകാരനാണ്. റഹിമല്ലാഹു അബൂബക്കർ സവ്വജനി ഇബ്നതഹു وحملني إلى دار الهجرة وأعتق بلالا من ماله. വേറെ ഒരു ഹദീസിൽ പറയുന്ന കാര്യമാണ്. അബൂബക്കറിന് അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. അബൂബക്കർ തന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. എന്റെ കൂടെ അബൂബക്കർ ഹിജറ പോന്നു. തന്റെ സമ്പത്ത് ചെലവഴിച്ചിട്ട് ബിലാലിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുകയും ചെയ്തു. കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനദണ്ഡമോ എന്തെങ്കിലും ഒരു പ്രത്യേകമായ താല്പര്യമോ ഒന്നുമില്ലാതെയായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും പറയൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ കൊടുത്ത ഒരു സംഗതിയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മോചനം. ബിലാൽ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കപ്പെടുന്നത് ജീവന്റെ ഒരു ചെറിയ കണിക മാത്രം ശരീരത്തിലുള്ള ഒരവസ്ഥയിലാണ്. അത്രയധികം മരണത്തെ ഇങ്ങനെ കൺമുന്നിൽ കാണുന്ന ഒരവസ്ഥയാണ്. അന്ന് അടിമക്കച്ചവടം നടക്കുന്ന കാലാണല്ലോ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ ഒരു അടിമയാണ് എങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥയിൽ വെറുതെ കൊടുത്താൽ പോലും ആരും മേടിക്കൂല.
ബിലാലിന് അങ്ങനെ പണം കൊടുത്ത് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഉമയ്യത്ത് അതിന് പറഞ്ഞത് വലിയ വിലയായിരുന്നു, 1000 ദീനാറുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള വിലപിടിപ്പുള്ള ഒരു തോട്ടം, ഇങ്ങനെയൊക്കെ വലിയ വില പറഞ്ഞിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാങ്ങുന്നത്. വാങ്ങിയപ്പോൾ ആളുകൾ പലതും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു, സിദ്ദീഖ് ഇത്രയധികം വില കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു, ബിലാലിനോട് എന്തോ ഒരു കടപ്പാട് അബൂബക്കറിനുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെയുള്ള ഒരടിമയെ പണം കൊടുത്തു വാങ്ങിയതിൻ്റെ പിന്നിൽ വലിയ പേരും പെരുമയും ആഗ്രഹിക്കുകയാണ് അബൂബക്കർ എന്ന്. ഇങ്ങനെ പല രീതിയിലുള്ള കുപ്രചാരണങ്ങളും നടക്കുമ്പോ ലോകാവസാനം വരെ അതിനെ മുഴുവൻ അടക്കുന്ന രീതിയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ സാക്ഷ്യമുണ്ടായത്. അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ തന്റെ ധനം ചെലവഴിക്കുന്നത്. യതസക്കാ, തസ്കിയത്ത് ആഗ്രഹിച്ചിട്ട് ഞാൻ നന്നാവണം, എനിക്ക് അല്ലാഹു എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. വീണ്ടും പറയുകയാണ്, വമാലി അഹദിൻ, ഒരാളോടുമില്ല, ഇൻദഹു, സിദ്ദീഖിന്റെ അടുക്കൽ, മിൻ നിഅമത്തിൻ തുജ്സാ, പകരമായി തേടുന്ന ഒരനുഗ്രഹവും ഒരാളോടും അബൂബക്കറിനില്ല. ഒരാളോടും ഒരു കടപ്പാടില്ല, മറ്റെന്തെങ്കിലും മാനദണ്ഡമില്ല, ബഹുമാനിക്കപ്പെടണം, പേരുണ്ടാകണം എന്ന കൊതിയില്ല. എന്തുമാത്രമേ ഉള്ളൂ സിദ്ദീഖിന്, എന്തുമാത്രമേ ഉള്ളൂ, ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, ഉന്നതനായ അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനില്ല. അബൂബക്കർ അങ്ങനെ ആഗ്രഹിക്കുമ്പോ വലസൗഫ യർലാ, അല്ലാഹുവിന്റെ സമ്പൂർണമായ തൃപ്തി സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സന്തോഷമാകുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു പറയുന്നത്. ലക്ഷ്യം എന്തായിരുന്നു? ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിൽ അഅ്ലാ. ആ ഒരു താവഴിയിൽ ലോകത്ത് മുഅ്മിനീങ്ങൾ വന്നു, നിങ്ങളുടെ നാട്ടിൽ വന്നു, അവർ സമ്പത്ത് കൊടുത്തു, അവരുടെ ഭൂമി കൊടുത്തു, അവരുടെ സമ്പാദ്യങ്ങൾ അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. അവരുടെ താല്പര്യവും മറ്റൊന്നായിരുന്നില്ല, സ്വർഗമായിരുന്നു. മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താണ്? നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു തന്നിട്ടുള്ള സ്വർഗം എന്ന മോഹത്തോടെയാണ്, സ്വർഗം എന്ന ലക്ഷ്യബോധത്തോടെയാണ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള വിജയം എന്ന ആ ഒരൊറ്റ ആഗ്രഹത്തോടെയാണ് ഞാനും നിങ്ങളും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടത്. നമ്മൾ നന്മകൾ പറയേണ്ടത്, നമ്മൾ തിന്മകളിൽ നിന്നകന്ന് നിൽക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളും നമ്മൾ നടത്തേണ്ടത്, പരസ്പരമുള്ള കടപ്പാടുകളും കടമകളും നമ്മൾ നിർവഹിക്കേണ്ടത്. എല്ലാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നമ്മെ വിളിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടിയാണ്.